അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാവക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാവക്ക നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ പാവക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കയ്പില്ലാത്ത അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ പാവക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തവണ ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പാവയ്ക്കൊക്കെ ഒരു പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കയ്പ്പ് രസം ഉണ്ടാവലുണ്ട്. നമ്മൾ വിനാഗിരി ചേർക്കണോണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നേരെ മറിച്ച് പുളിവെള്ളമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും 1/2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കുടം വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചെടുത്തതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പോൾ അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവക്ക ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്തതിൻ്റെ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാണാൻ നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. ഏകദേശം നമ്മൾ അച്ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കാലം കേടാവാതെ ഇരിക്കും ചെയ്യും. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വിനാഗിരി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പുളിവെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാവക്ക അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാനെന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.